മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മോഹിനി അമ്പലത്തിൽ നിന്ന് പോയി വരുമ്പോൾ തന്നെ കരുണയും പ്രതാപനും മുത്തശ്ശിയും കൂടി നിന്ന് സംസാരിക്കണം കാണുവാണല്ലോ. കരുണയെ കണ്ടതും ചോദിക്കും, ആ മോളെ എപ്പോഴാണ് വന്നിരിക്കുന്നത് എന്ന് ചോദിക്കും. അത് കേൾക്കുമ്പോൾ തന്നെ കരുണയ്ക്ക് ആകെ ദേഷ്യം വരും കേട്ടോ. നീ വഴക്കിട്ടിട്ടാണോ വന്നിരിക്കുന്നത്? നിൻ്റെ മുഖം കാണുമ്പോൾ കണ്ണനോടും മഹാലക്ഷ്മിയോടും വഴക്കിട്ടിട്ടാണോ നീ വന്നത്? അവരോട് വഴക്കിട്ടിട്ട് വരുന്നത് നല്ലതല്ല കേട്ടോ എന്നിങ്ങനെ പറയണം. എന്തെങ്കിലും കാരണമില്ലാതെ ഒരിക്കലും അവർ വഴക്കുണ്ടാക്കില്ല എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേൾക്കും സമനില തെറ്റിയ കരുണ മോഹിനിയുടെ കഴുത്ത് പോയിട്ട് കുത്തിപ്പിടിക്കാൻ നിൽക്കുകയാണ് കേട്ടോ. അതേസമയം പെട്ടെന്ന് തന്നെ കൈ പിൻവലിക്കുകയും ചെയ്യും. അമ്മയായി പോയി, അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ കൊന്നേനെ എന്നിങ്ങനെ പറയും. അതിന് ശേഷം കരുണ ദേഷ്യത്തോടു കൂടി അകത്തേക്ക് പോവുകയാണ് കേട്ടോ. മോഹിനി പറയും, നിങ്ങൾ രണ്ടുപേരും കൂടിയാണ് അവളെ എങ്ങനെ ആക്കിയത്? അവളുടെ വയറ്റിനകത്തൊരു കുഞ്ഞുണ്ട്, അതെങ്കിലും ഓർമ്മ വേണം നിങ്ങൾക്ക്. ആ കുഞ്ഞിനെയും കൂടി നിങ്ങൾ നശിപ്പിക്കരുത് എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ മുത്തശ്ശി പറയും, അടി നീ 2 എണ്ണം പ്രസവിച്ചതാണ്, ആ ഓർമ്മ നിനക്കുണ്ടോ? നിൻ്റെ മൂത്ത മോൾക്ക് ഒരിക്കലും കുഞ്ഞുണ്ടാവില്ല. പക്ഷേ നിനക്ക് ആ ഓർമ്മയുണ്ടെങ്കിൽ നീ ഈ കരുണമോളെ ഇങ്ങനെ കരയിപ്പിക്കില്ല എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം മോഹിനി പറയുന്നുണ്ട്, നിങ്ങളായിട്ട് ആ കുഞ്ഞിനെയും അവളെയും ഇല്ലാതാക്കും എന്നിങ്ങനെ പറയണം. അതോടുകൂടി ദേഷ്യത്തോടു കൂടി മോഹിനി കയറിപ്പോകണം കേട്ടോ. പിന്നീട് പ്രതാപം പറയുന്നുണ്ട്, അമ്മേ ഞാൻ എൻ്റെ മോളെ കല്യാണം കഴിച്ചതിന് ശേഷമാണ് ഇവളെ ഇങ്ങനെ, എൻ്റെ മോളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ട്, ഇല്ലെങ്കിൽ ഇവളെ ഞാൻ ശരിയാക്കിയേനെ എന്നിങ്ങനെ പറയണം. അവളെ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം മഹാലക്ഷ്മിയും കണ്ണനും ഒരുപാട് നിന്നെക്കാളും പണം അവരുടെ കയ്യിലുണ്ട്. എന്തായാലും ശരി, നീ കരുണമോൾക്ക് ഒരു ചെറുക്കനെ കണ്ടുപിടിച്ചത് ഒരു മരക്കഴുതയാണ്, ഒന്നിനും കൊള്ളാത്തവനാണ്. ഇങ്ങനെ ഒരു കിഴങ്ങനെയാണല്ലോ നീ അവൻ്റെ കല്യാണം കഴിച്ച് കൊടുത്തത് എന്നിങ്ങനെ മുത്തശ്ശി പ്രതാപനോട് പറയുകയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് മാർക്കോയും കണ്ണനും മഹാലക്ഷ്മിയും കൂടിയിട്ട് ഹോട്ടലിൽ പോയിട്ട് ഫുഡ് കഴിക്കണം കേട്ടോ. ഫുഡ് കഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ മാർക്കോയോട് കണ്ണൻ പറയുന്നുണ്ട്, ഞാനെന്തായാലും നാളെ ഡോക്ടറുടെ അടുത്തേക്ക് പോവുകയാണ്, നീ വേണം ഒരു കണ്ണ് നോക്കാം, മഹി എന്തായാലും കമ്പനിയിലേക്ക് വരുന്നുണ്ട്, അതുകൊണ്ട് നീ നോക്കണം എന്നിങ്ങനെ പറയണം. അതിന് സാറ് പേടിക്കണ്ട, എന്തായാലും ഞാൻ മഹാലക്ഷ്മി മേഡത്തിൻ്റെ പിന്നിലൊരു നോട്ടം ഉണ്ടാകും, അതുകൊണ്ട് പേടിക്കണ്ട എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം മാർക്കോ അങ്ങനെ ചോദിക്കുകയാണ്, എങ്ങനെയാണ് ഈ തളർച്ച കണ്ണൻ സാർക്കുണ്ടായത് എന്നിങ്ങനെ പറയണം. അതേസമയം കണ്ണൻ ആ ദിവസം ഒന്ന് ഓർത്തെടുത്തിട്ട് പറയണം, മാർക്കോ അയ്യപ്പനെയല്ലേ ഇഷ്ടം പറയുന്നത്, അതേപോലെ തന്നെയായിരുന്നു എനിക്കും അയ്യപ്പനെയാണ് ഇഷ്ടം. എൻ്റെ ഒരു പിറന്നാൾ ദിവസം എൻ്റെ അച്ഛനും ഞാനും കൂടിയിട്ട് അമ്പലത്തിലേക്ക് പോയി വരുന്ന വഴിക്കാണ് ഒരു ലോറി പാഞ്ഞു വന്ന് ഇടിച്ചത്. എൻ്റെ അച്ഛനെ കൊണ്ടുപോയിരുന്നത്, ആശുപത്രി കൊണ്ടുപോയിരുന്നതാണെങ്കിൽ രക്ഷപ്പെടുമായിരുന്നു, പക്ഷെ ആരും കൊണ്ടുപോയില്ല, ആ ലോറി പാഞ്ഞു പോയി, അത് ഞാൻ കണ്ടതാണ് എന്നിങ്ങനെ പറയണം. അതിനുശേഷം ഞാൻ ഈ ഓർമ്മ വന്നപ്പോഴാണ് ഇങ്ങനെ ആയത് എന്ന് പറഞ്ഞ് കണ്ണൻ്റെ കണ്ണുകൾ നിറയണം കേട്ടോ. അതേസമയം മാർക്കോ പറയും, ഞാനത് അറിയാൻ വേണ്ടി ചോദിച്ചതാണ്, സാർക്ക് ബുദ്ധിമുട്ടായില്ലേ എന്ന് ചോദിക്കും. അത് സാരമില്ല, അത് ഞാൻ എൻ്റെ അച്ഛനെ ഓർക്കുന്ന ദിവസമല്ലേ, അതുകൊണ്ട് അതിനെപ്പറ്റി വിഷയമില്ല എന്നിങ്ങനെ പറയണം കേട്ടോ. അതിനുശേഷം മാർക്കോ വീട്ടിലേക്ക് വരുമ്പോൾ സാഗർ ഇങ്ങനെ ചോദിക്കുകയാണ്, ഏതായാലും ശരി, ബാറിൽ പോകുമ്പോൾ എങ്ങനെ നിന്നെക്കൊണ്ട് സാധിക്കണം, നീ ഒന്നും അടിക്കാതെ ഇരിക്കും, ഞാൻ ഇതുവരെ ശീലിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്കത് അടിക്കുകയും വേണ്ട എന്നിങ്ങനെ പറയണം കേട്ടോ. അത് അടിച്ചെങ്കിൽ മാത്രമേ ആൺകുട്ടികളാവുള്ളൂ എന്നില്ലല്ലോ എന്നിങ്ങനെ പറയണം. പിന്നീട് മാർക്കോ പറയുന്നുണ്ട്, ഏതായാലും ശരി, നീ മഞ്ജുവിനൊരു മെസ്സേജ് അയക്കി എന്നിങ്ങനെ പറയണം. പിന്നീട് ഞാൻ എങ്ങനെ അയക്കുക, അവൾ എന്ത് വിചാരിക്കുമെന്ന് ചോദിക്കും. അതിനുശേഷം മാർക്കോ കളിയാക്കുന്നുണ്ട് കേട്ടോ, സാഗർ നിനക്കെല്ലാം അറിയാമല്ലോ, നീ ഒരുപാട് പെണ്ണുങ്ങളെ ഇങ്ങനെ നടത്തുന്ന കാരണമാണല്ലോ, സ്നേഹിച്ച് നടക്കുന്ന കാരണമാണല്ലോ മേഘനാഥൻ നിന്നോട് ഏൽപ്പിച്ച് തന്നത്, അതുകൊണ്ട് നിനക്കറിയുമല്ലോ എന്ന് ചോദിക്കുന്നത്. അതിന് ശേഷം മഞ്ജുവിനോട് പിന്നെ സാഗർ മെസ്സേജ് അയക്കണം കേട്ടോ. തിരിച്ച് മഞ്ജു അതുപോലെ അയക്കണ്ട, ഇവനെ പണക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അയക്കണം. അതിനുശേഷം സാഗർ വോയിസ് മെസ്സേജും അയക്കണം കേട്ടോ. വോയിസ് മെസ്സേജ് അയക്കുന്നുണ്ട്, ഏതായാലും മേഘനാഥനും കണ്ണനെയും മഹാലക്ഷ്മിയും ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചത് മേഘനാഥനാണെന്നും, അതുകൊണ്ട് മഞ്ജു ഒരുപാട് വിഷമിക്കേണ്ട എന്നും, എനിക്ക് നല്ലൊരു ഫ്രണ്ട്സായിട്ട് മഞ്ജുവിനെ വേണമെന്നും എല്ലാം ഇങ്ങനെ പറയണം കേട്ടോ. അതെല്ലാം മഞ്ജു കേൾക്കണം കേട്ടോ. അതേസമയം മഞ്ജുവിൻ്റെ അടുത്തേക്ക് മേഘനാഥൻ വന്നതിന് ശേഷം പറയണം കേട്ടോ, നീ അറിഞ്ഞോ എൻ്റെ അച്ഛൻ്റെയും ഉണ്ണിയുടെയും മുകളിൽ വേറൊരാളിനെ വെച്ചു എന്നിങ്ങനെ പറയണം കേട്ടോ. വേറൊരാളിനെ വെച്ചിരിക്കുകയാണ്, എല്ലാത്തിനും കാരണം അവളാണ്, അവളെ അങ്ങ് ഇല്ലാതാക്കണം, എന്തായാലും ശരി ഞാൻ അവളെ ഇല്ലാതാക്കും എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം മഞ്ജു ഇങ്ങനെ ദേഷ്യത്തോടെ പറയുന്നുണ്ട്, നിങ്ങൾ എത്ര തവണ ഇത് ചെയ്തു, എന്നിട്ട് എന്തെങ്കിലും പറ്റിയോ? നിങ്ങൾ അവരുടെ പിന്നിൽ നടക്കാൻ, നിങ്ങൾ സ്വന്തം ജീവിക്കാൻ നടക്കി. ഉണ്ണിക്കും അതേപോലെ തന്നെയാണ്, കരുണയടുത്തേക്ക് കല്യാണം കഴിച്ച് കൊടുത്തിരിക്കുന്നത്, നല്ല ഞങ്ങളുടെ വീട്ടിലെ സ്വത്ത് കണ്ടിട്ട് തന്നെയാണ് കല്യാണം കഴിച്ച് കൊടുത്തിരിക്കുന്നത് എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ നടക്കുന്നത്, അവരെ കൊല്ലാൻ ശ്രമിക്കാതെ, എൻ്റെ കണ്ണേട്ടൻ നല്ല സ്വഭാവമാണ് എന്നിങ്ങനെ പറയണം. നിനക്കെന്താടി ഇപ്പോൾ കണ്ണനോടൊരു
ചായ്വേ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. ഞാൻ അവരൊന്നും പറയാതെയാണ്, ഞാൻ ഓർമ്മ വെച്ച നാൾ മുതൽ മേഘേട്ടനെ സ്നേഹിച്ചു, അതുകൊണ്ടാണ് ഞാൻ കല്യാണം കഴിച്ചത് എന്നിങ്ങനെ പറയണം കേട്ടോ. നിനക്കറിയാലോ, നിനക്ക് അവിടെ നിന്നൊന്നും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നീ നിൻ്റെ വീട്ടിലേക്ക് പോകേണ്ടി വരും എന്നിങ്ങനെ മേഘനാഥൻ പറയാണ്. ഞാൻ എൻ്റെ വീട്ടിൽ പോയി ഇരിക്കും, അതിനെന്താ, ഒരു പ്രശ്നവുമില്ല എന്നിങ്ങനെ പറയും. നീ കണ്ണനെ കണ്ടിട്ടാണ് നിനക്കെത്ര പ്രശ്നം എന്നിങ്ങനെ പറയാണ്. സോദിയെ കല്യാണം കഴിച്ച് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ കല്യാണം കഴിച്ച് കൊടുക്കണം, അല്ലെങ്കിൽ അമ്മ പ്രശ്നം ഉണ്ടാക്കും എന്നിങ്ങനെ പറയണം. ഞാനേ നിങ്ങളുടെ വീട്ടിലെ വേലക്കാരിയായിട്ട് വന്നതല്ല, നിങ്ങൾക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകാം, എനിക്ക് അവിടുത്തെ ഒരു വീട്ടിലെ പണിയൊന്നും അറിയില്ല എന്നുള്ളതും അറിയുമല്ലോ എന്നിങ്ങനെ ചോദിക്കണം കേട്ടോ. എന്തായാലും ശരി, ഡോക്ടറുടെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ എന്തായാലും അവൻ്റെ മനസ്സും ശരീരവും ഒരുപോലെ ആക്കില്ല, ഞാൻ അവനെ കൊല്ലും എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം മഞ്ജുവിന് ആകെ മൊത്തം ടെൻഷനാകുകയാണ് കേട്ടോ. ഇവരെന്തിനാ പിന്നെയും എൻ്റെ കണ്ണേട്ടൻ്റെ പിന്നിൽ നടക്കണത് എന്നിങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ. അതിനുശേഷം സ്വന്തം ജീവിക്കാൻ തുടങ്ങിയാൽ അത് കണ്ണേട്ടനെ ആശ്രയിച്ച് ജീവിക്കേണ്ട എന്നിങ്ങനെ പറയണം കേട്ടോ. എന്തായാലും ശരി, അവൻ്റെ നെഞ്ചത്ത് ഞാൻ കത്തി കയറ്റും, അത് ഉറപ്പാണ്, എല്ലാം വെട്ടി വിഴുങ്ങാൻ ഞാൻ അവളെ അനുവദിക്കില്ല എന്ന് മഞ്ജുവിനോട് മേഘനാഥൻ ദേഷ്യത്തോട് പറയണം കേട്ടോ. എന്തായാലും ശരി, ഇവരുടെ കൂടെ ഞാൻ ഇനി നിൽക്കില്ല, എന്തായാലും എൻ്റെ കണ്ണേട്ടനെ ഇവർക്ക് ഇട്ട് കൊടുക്കില്ല ഞാൻ എന്നിങ്ങനെ മഞ്ജു തീരുമാനിക്കുകയാണ്.